INCFൽ ഞാൻ ബിബിൻ. കോറിയോളിസ് ഫ്ലോമീറ്റർ. ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ഒരുപാട് ടൈപ്പ് ഫ്ലോമീറ്ററുകൾ അവൈലബിൾ ആണ് അല്ലേ? അതിൽ ഒരു ടൈപ്പ് ഫ്ലോമീറ്ററിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരാണ് കോറിയോളിസ് ഫ്ലോമീറ്റർ. നമ്മൾക്കറിയാം, പല ടൈപ്പ് പ്രിൻസിപ്പിൾ വെച്ച് പല വെറൈറ്റീസ് ഓഫ് ഫ്ലോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കോറിയോളിസ് എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച ഫ്ലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ആളുടെ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലോമീറ്റർ ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ നോക്കും, അതുപോലെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കും, അതുപോലെ അതിൻ്റെ പാരാമീറ്റർ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുങ്ങിയ ടൈമിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എങ്കിൽ പോവാം നമുക്ക് ഫീൽഡിലേക്ക്. കമോ. കോറിയോളിസ് ട്രാൻസ്മിറ്ററിൻ്റെ പ്രിൻസിപ്പൽ കണ്ടുപിടിച്ചത് 200 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും മാത്തമാറ്റിഷ്യനുമായ ഗാസ്പർ ഗുസ്താവെ കോറിയോളിസ് എന്ന് പറയുന്ന ആളാണ്. ആൾ കണ്ടുപിടിച്ച പ്രിൻസിപ്പളിന് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയും. എന്താണ് കോറിയോളിസ് എഫക്റ്റ് എന്നും അതെങ്ങനെ വർക്കാകുന്നു എന്നും നമുക്കൊന്ന് നോക്കിയാലോ. ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് റൊട്ടേറ്റ് ആകാത്തൊരു സബ്സ്റ്റൻസിൽ നിന്നും ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക്, ഫോർ എക്സാമ്പിൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുകയോ ത്രോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ മൂവിങ് ഓഫ് പാത്തിന് വ്യത്യാസം വരാതെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ത്രോ ചെയ്ത ടാർഗറ്റ് കറക്റ്റായിട്ട് എത്തും. നേരെ മറിച്ച് കോറിയോളിസ് പ്രിൻസിപ്പിൾ വെച്ച് ഒരു സബ്സ്റ്റൻസ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രലിൽ നിന്നും നമ്മൾ ഒരു പോളിലേക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ ആ ത്രോ ചെയ്യുന്ന മൂവ്മെൻറ്റ് ഓഫ് പാത്തിന് വ്യത്യാസം വന്ന് ആ പാത്ത് ചേഞ്ച് ആയതിനു ശേഷം അതിൻ്റെ കുറച്ച് പുറകിലായിട്ടോ ആ പാത്തിന് വേരിയേഷൻ വരികയും അതൊരു കേർവ് രൂപത്തിൽ രൂപപ്പെട്ട് നമ്മുടെ ടാർഗറ്റിന് പിന്നിലോ അതോ മുൻപിലോ ആയിട്ട് കേർവ് രൂപത്തിൽ വീഴുന്നു. അതാണ് കോറിയോളിസ് എഫക്റ്റ്. നിങ്ങൾക്കറിയാം, കോറിയോളിസ് ഫ്ലോമീറ്ററിന് മാസ് ഫ്ലോമീറ്റർ എന്നും പറയുന്നു. നമുക്കറിയാം, ഇൻഡസ്ട്രിയിലെ വോളിയം ഫ്ലോയും ഉണ്ട്, മാസ് ഫ്ലോയും ഉണ്ട്. വേറൊരു ചാപ്റ്ററിൽ നമുക്ക് ഫ്ലോ റേറ്റ് എന്താണെന്നും വോളിയം ഫ്ലോ എന്താണെന്നും മാസ് ഫ്ലോ എന്താണെന്നും നോക്കാം. മോഡലിൻ്റെയോ അതോ മാനുഫാക്ചറിൻ്റെയോ ഡിഫറൻസ് അനുസരിച്ച് വേരിയസ് ടൈപ്പ് ഓഫ് കോറിയോളിസ് ഫ്ലോമീറ്റർ ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതുപോലൊരു ഫ്ലോമീറ്ററാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഗ്യാസ് ലൈനിൽ ഉപയോഗിക്കുന്ന കോറിയോളിസ് ഫ്ലോമീറ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മൾ കണ്ടതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഡിസൈനിലാണെങ്കിലും മാനുഫാക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു സൈഡിൽ നിന്നും ഫ്ലോ വന്ന് യു ടൈപ്പിൽ ഫ്ലക്ച്വേറ്റ് ആയി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഫ്ലോമീറ്ററിൽ ഡബിൾ ടൈപ്പ് ട്യൂബാണ് ഇൻസൈഡിൽ ഉപയോഗിക്കുന്നത്. ഈ ഫ്ലോമീറ്ററിന് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫ്ലോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഫ്ലോ റൈറ്റ് സൈഡിൽ നിന്നും വന്നു ഈ കേർവിനകത്ത് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് പ്രോസസ്സിലാണോ വെലോസിറ്റിയും ടെമ്പറേച്ചറും ചേഞ്ച് ആകുന്നതനുസരിച്ച് ഡെൻസിറ്റി ചേഞ്ച് ആകുന്നത്, ആ ടൈപ്പ് ഫ്ലോകൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് മാസ് ഫ്ലോമീറ്റർ അല്ലെങ്കിൽ കോറിയോളിസ് ഫ്ലോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫ്ലോമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയാലോ. എ കോറിയോളിസ് മീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ മെക്കാനിക്സ്. വെൻ ദ പ്രോസസ് ഫ്ലൂയിഡ് എൻ്റർ ദ സെൻസർ, ഇറ്റ് സ്പ്ലിറ്റ്. During operation, a drive coil simulates the tube to oscillate in opposition at the neutral resonant frequency. As the tube oscillates, the voltage generated from each peak of create a sine wave. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലാഞ്ചുകളുടെ നടുക്ക് കേസിങ്ങിൻ്റെ അകത്ത് യു ടൈപ്പിൽ മെറ്റാലിക് ഫ്ലെക്സിബിൾ പൈപ്പ് അല്ലെങ്കിൽ ട്യൂബ് നിങ്ങൾക്ക് കാണാം. അതിൽ 3 സെൻസറുകൾ ഉണ്ടാവും.
3 സെൻസറിൻ്റെ ഡൗൺ സൈഡിലിരിക്കുന്ന സെൻസറിനെ ഡ്രൈവൺ സെൻസർ എന്ന് പറയും. അതാണ് ഓസിലേഷൻ, ഈ ട്യൂബിന് ഓസിലേഷൻ സൃഷ്ടിക്കുന്നത്. എപ്പോൾ ഫ്ലോ ഇല്ലയോ അപ്പോഴൊക്കെ ഈ ട്യൂബ് ഓസിലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം 2 സെൻസറുകൾ നിങ്ങൾക്ക് കാണാം. ഇതിന് പിക്ക് ഓഫ് സെൻസർ എന്ന് പറയുന്നു. ഈ സെൻസറാണ് ഫ്ലോ മെഷർ ചെയ്യുന്നത്. എപ്പോൾ ഫ്ലോ വരുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഓസിലേഷൻ്റെ ഭാഗമായിട്ട് സൈൻ വേവ്സ് പോലെ രൂപപ്പെടുകയും ഈ ഇൻലെറ്റ് സെൻസറും ഔട്ട്ലെറ്റ് സെൻസറും ബ്ലിങ്ക് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരേ ഫ്രീക്വൻസിയിൽ സൈൻ വേവ് പോലെ ഇത് ഫ്ലോ മെഷർ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് മാഗ്നറ്റിക് ഹൈ സെൻസിറ്റീവ് സെൻസറാണ്. ഈ ട്യൂബിനകത്തുള്ള ഓസിലേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്ലോ ആണ് ഫ്ലോ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോ നിങ്ങൾക്ക് കാണാം, ഫ്ലോയുടെ സ്പീഡ് കൂടുമ്പോൾ ഈ ഓസിലേഷൻ്റെ വേവ് ലെങ്ത് കൂടുകയും അതോടുകൂടി തന്നെ മാസ് ഫ്ലോ റേറ്റ് കൂടുകയും ഈ പിക്ക് ഓഫ് സെൻസറുകൾ ഈ ഫ്ലോ റേറ്റ് നമുക്ക് മെഷർ ചെയ്യുകയും ചെയ്യും. ഹൈ വെലോസിറ്റിയും ലോ ഡെൻസിറ്റിയുമുള്ള ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ ഓസിലേഷൻ നിങ്ങൾ കണ്ടു, പിക്ക് ഓഫ് സെൻസറിൻ്റെ വർക്കിങ്ങും കണ്ടു. ഇനി നമുക്ക് ഹൈ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ലൈനിൽ ഉപയോഗിക്കുന്ന ഓയിലാണ്. അത് പാസ് ചെയ്യുമ്പോഴുള്ള സൈൻ വേവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഈ ഇൻലെറ്റിൽ കൂടി നമ്മൾ ഓയിൽ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓസിലേഷൻ നിങ്ങൾക്ക് കാണാം വെരി സ്ലോ ആകുകയും അതോടുകൂടി തന്നെ പീക്ക് ഓഫ് സെൻസറിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തേനെ സംബന്ധിച്ച് വളരെ സ്ലോ ആയിട്ടാണ് സെൻസ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി അനുസരിച്ചായിരിക്കും മാസ് ഫ്ലോ മീറ്റർ വർക്കാകുന്നത്. നമ്മൾ കണ്ടത് സിംഗിൾ ട്യൂബ് ആയിട്ടുള്ള കോറിയോളിസ് ഫ്ലോ മീറ്ററാണ്. ഡബിൾ ടൈപ്പ് ട്യൂബിൻ്റെ കോറിയോളിസ് ഫ്ലോ മീറ്ററും നമുക്ക് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. മാനുഫാക്ചർ അനുസരിച്ച് അതിന് വ്യത്യാസം വരും. എങ്കിൽ പുതിയൊരു എപ്പിസോഡുമായി പുതിയ വിശേഷങ്ങളുമായി INC ഹബ്ബ് അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് വരെ വിപിൻ ഗോയിങ്.